കിട്ടിയിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മുടെ പുഞ്ചിരിയും കുട്ടിമണി നമ്മുടെ കൂട്ടിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതെന്താ പണി നിങ്ങൾക്ക് അറിയണ്ടേ? വേറൊന്നല്ല ഗായ്സ്, തവള കയറി കുളം നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമ്മുടെ കുളത്തിൽ 3-4 ടൈപ്പ് പായലുകളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും പായലുകൾക്കൊന്നും പറ്റിയിട്ടില്ല നമ്മൾ വിചാരിച്ചെങ്കിലും പായലുകൾക്കും പണി കിട്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ കുളത്തിൽ കുറെ കക്കകളൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിരിച്ച് കുളത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, തവളകൾ മുട്ടയൊക്കെ ഇട്ടിട്ട് നമ്മുടെ വാലുമാക്രികൾ നമ്മുടെ പായലിന്റെ എല്ലാം മുഴുവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ ഇവന്മാരെ പിടിച്ച് കളയലാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടില്ലേ, എല്ലാത്തിനും നമ്മൾ പിടിച്ച് ശേഖരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പുഞ്ചിരി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വാലുമാക്രികളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗായ്സ്. ഇപ്പൊ ആകെ 4-5 മീനാണ് നമ്മുടെ കുളത്തിൽ അവശേഷിക്കുന്നുള്ള. ഇഷ്ടം പോലെ മീനുകൾ ഉണ്ടായിരുന്നതാണ് ഗായ്സ്. എല്ലാത്തിനും തവളകൾ പിടിച്ച് വിഴുങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കുളത്തിൽ തവളകളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പിടിച്ച് കളഞ്ഞോട്ടല്ലേ, പണി കിട്ടും. അപ്പോഴാണ് അമ്മച്ചിനിക്ക് ചക്കപ്പഴം തരാൻ വിളിച്ചത്. എന്റെ കയ്യിൽ എന്നിട്ട് ചകിണി ഒട്ടി കിട്ടോ. അതിനെ പോലെ തന്നെ വാലുമാക്രിയും വേഗം ചത്തുപോകാത്ത ജീവിയാണ്. നിങ്ങൾക്ക് അറിയാലോ, തവള എന്റെ കുഞ്ഞാണ് വാലുമാക്രി. നമുക്കിപ്പോ ഇവരെ താഴെ കൊണ്ട കളയാൻ ഇനി ഇവരിരുന്ന പണി കിട്ടും.